ഹായ് ഓൾ, വെൽക്കം ടു CC സൈബർ ക്യാമ്പസ്. എൻ്റെ പേര് ബ്ലെസ്സി. ഇന്നിപ്പോൾ നമ്മൾ എല്ലാവരും QR കോഡ് സ്കാനിങ് യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പം നമുക്കും പൈത്തൺ വെച്ചിട്ട് ഒരു QR കോഡ് ജനറേറ്റ് ചെയ്യാൻ നോക്കിയാലോ. പൈത്തണിൽ PyQR കോഡ് എന്നുള്ള ലൈബ്രറി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പോകാം കോഡിങ്ങിലേക്ക്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, QR code.py. ഓക്കെ, അപ്പോൾ ഫസ്റ്റ്ലി നമുക്ക് കുറച്ച് പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യണം. അത് pip install PyQR code. ഓക്കെ, ദെൻ നമുക്ക് വേണ്ടത് pip install pillow. ഇമേജസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ pip install pillow യൂസ് ചെയ്യുക. സ്പേസ് ഇൻസ്റ്റാൾ pillow. നെക്സ്റ്റ് നമുക്ക് വേണ്ട ലൈബ്രറി pip install pypng. ഇത് നമുക്ക് നമ്മുടെ QR കോഡ് നമുക്ക് കിട്ടുന്നത് ഒരു PNG ഫയൽ ആയിട്ടായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ pypng എന്ന് പറഞ്ഞ ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ്ലി നമ്മൾ ടിക്കൻഡർ എന്ന് പറഞ്ഞ GUI യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഫ്രം ടിക്കൻഡർ import star, then from PIL import image tk, image. ഈ PIL ലൈബ്രറിയിൽ നിന്നാണ് നമ്മൾ ഈ ഇമേജസ് എടുക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഇനി അടുത്തത് PyQR കോഡ് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇമ്പോർട്ട് PyQR കോഡ്. ഓക്കെ, ദെൻ നമുക്ക് ഇനി റൂട്ടില് നമുക്ക് TK ഫംഗ്ഷൻ കോൾ ചെയ്യാം. റൂട്ട് ഈക്വൽ ടു TK. ദെൻ നമുക്കൊരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്കിത് വരാൻ വേണ്ടിയിട്ട് ഒരു ക്യാൻവാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ക്യാൻവാസ് ഈക്വൽ ടു ക്യാൻവാസ് ഡോട്ട് വിൻഡോ ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് വിൻഡോ. ക്രിയേറ്റ് വിൻഡോ റൂട്ട് പിന്നെ നമുക്ക് എന്ത് വേണം, വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്യണം. വിഡ്ത്ത് ഈക്വൽ ടു 400, ഹൈറ്റ് ഈക്വൽ ടു 600 കൊടുക്കാണ്. ഓക്കെ, ഇപ്പൊ ഒരു ക്യാൻവാസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ക്യാൻവാസ് ഡോട്ട് പാക്ക് കൊടുക്കണം. ഓക്കെ, ഫൈനലി നമ്മൾ റൂട്ട് ഡോട്ട് മെയിൻ ലൂപ്പ് കൊടുക്കാൻ മറക്കരുത്. റൂട്ട് ഡോട്ട് മെയിൻ ലൂപ്പ്. ഓക്കെ, ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. പൈത്തൺ QR.py. ഓക്കെ, നമ്മുടെ ഫയലിന്റെ പേര് QR കോഡാണ്. സോ പൈത്തൺ QR code.py. ഓക്കെ, അപ്പൊ നമുക്ക് ക്യാൻവാസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെയാണ് നമ്മൾ ഇനി QR കോഡും കാര്യങ്ങളെല്ലാം ജനറേറ്റ് ചെയ്ത് ഡിസ്പ്ലേ ആക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഫസ്റ്റ്ലി നമുക്ക് എന്ത് വേണം, ഒരു ലേബിൾ വേണം. നമുക്ക് നെയിം ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മുടെ ലിങ്കിന്റെ പേര് യൂസർ നെയിം വാങ്ങിക്കണം.
അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ലേബൽ കൊടുക്കുകയാണ്. നെയിം ലേബൽ ഈക്വൽ ടു ലേബൽ ബ്രാക്കറ്റിലായിട്ട് റൂട്ട് കോമ ഞാനൊരു നമുക്ക് എന്താണ് ടെക്സ്റ്റ് ആയിട്ട് വരേണ്ടത് അത് ഇവിടെ കൊടുക്കുക. ലിങ്ക് നെയിം എന്നുള്ളത് ടെക്സ്റ്റ് ആയിട്ട് വന്നു. അപ്പൊ അത് നമ്മൾ കോഡ്സിൽ കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താ വേണ്ട, നെയിം ലേബൽ കൊടുത്തു. ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഒരു ലിങ്ക് ലേബലും കൊടുക്കുക. അതായത് നെയിമിനും ലിങ്കിനും വേണ്ടിയിട്ട് ഒരു ലേബൽ കൊടുക്കുക. ഞാൻ ഇത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ നെയിം ലേബൽ എന്നുള്ളത് ചേഞ്ച് ചെയ്ത് ലിങ്ക് ലേബൽ എന്ന് ആക്കാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ലിങ്ക് നെയിം മാറ്റിയിട്ട് ലിങ്ക് എന്ന് മാത്രം കൊടുത്തു. ഓക്കെ, ഇപ്പൊ രണ്ട് ലേബൽ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം, ഈ രണ്ട് ലേബലിനും ഇത് വേണ്ട, ക്യാൻവാസിൽ നമ്മൾ ആ പോർഷൻ, അതായത് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പോർഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ക്യാൻവാസ് ഡോട്ട് ക്രിയേറ്റ് വിൻഡോ, ക്രിയേറ്റ് വിൻഡോയില് നമ്മൾ എന്ത് കൊടുക്കണം, ഇതേപോലെ അതിനുള്ള XY കോർഡിനേറ്റ് പ്ലേസ് ചെയ്യാൻ. ഞാനിപ്പോൾ 200,150 കൊടുക്കുകയാണ് ലേബലിന്. ഓക്കെ, ദെൻ ക്യാൻവാസിൻ്റെ അവിടെ ഒരു എറർ വന്നിട്ടുണ്ട്, എന്നിട്ടിട്ടില്ല. ഓക്കെ, ക്രിയേറ്റ് വിൻഡോ 200,150, ദെൻ വിൻഡോ ഈക്വൽ ടു നെയിം ലേബൽ. ഓക്കെ, നെയിം ലേബൽ. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ ഇനി എന്തിനും കൊടുക്കുക, ലിങ്ക് ലേബലിനും കൊടുക്കുക. ലിങ്ക് ലേബലും ഇതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ അതിന്റെ പൊസിഷൻ ഒന്ന് മാറ്റി കൊടുക്കണം. 150 എന്നുള്ളത് ഞാനൊരു 200 ആക്കാണേ. ഓക്കെ, ഇപ്പൊ രണ്ട് ലേബിൾസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം, ഈ ലേബിൾസ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ഇത് ടൈപ്പ് ചെയ്യാൻ ഒരു സ്പേസ് വേണ്ടേ, അതായത് എൻട്രി നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ലിങ്കിന്റെ പേര് റെഡി ആയിട്ടുണ്ട്. ഇനി ലിങ്കിന്റെ രണ്ടെണ്ണത്തിന്റെ ലിങ്ക് നെയിമിനും ലിങ്കിനും ഉള്ള എൻട്രി റെഡി ആക്കണം. ഓക്കെ, അപ്പൊ ഞാൻ അതും കൂടി ഇവിടെ കൊടുക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു വേരിയബിൾ എടുത്തു, നെയിം എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണം കൊടുത്തു. നെയിം എൻട്രിക്ക് വേണ്ടിയാണ് ഒരെണ്ണം കൊടുത്തത്. അപ്പൊ നമ്മൾ അതെങ്ങനെ ചെയ്യാം, എൻട്രി ദെൻ ബ്രാക്കറ്റിലായിട്ട് റൂട്ട്. ഇപ്പൊ നമുക്ക് എൻട്രി നെയിം എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ഇനി ലിങ്ക് എൻട്രി ചെയ്യാനും ഒരു ടെക്സ്റ്റ് ബോക്സ് റെഡി ആക്കാം. അപ്പൊ ഞാൻ അതിന് ഇതേപോലെ തന്നെ ലിങ്ക് എൻട്രി എന്ന് പേര് കൊടുക്കുന്നു. ലിങ്ക് എൻട്രി ഈക്വൽ ടു എൻട്രി ബ്രാക്കറ്റില് റൂട്ട്. ഇനി നമുക്ക് എന്ത് വേണം, ഇനി നമുക്ക് ഇതും കൂടി നമുക്ക് പ്ലേസ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ക്യാൻവാസ് റെഡി ആക്കണം അല്ലെ. അപ്പൊ നെയിം ലേബില് ഇതിന്റെ അടുത്ത് തന്നെ നമുക്ക് അതിന്റെ എൻട്രിയും വെക്കാം. അപ്പൊ ക്യാൻവാസ് ഡോട്ട് സെയിം ലൈൻ അല്ല, അപ്പൊ ഞാൻ അത് കോപ്പി പേസ്റ്റ് ചെയ്യാം. എൻട്രിക്കും വേണം ലേബലിനും വേണം അല്ലെ. ഇപ്പൊ രണ്ട് എൻട്രിക്കും വേണം. അപ്പൊ രണ്ടെണ്ണം ഇതേപോലെ എടുക്കുക. ഓക്കെ, പേസ്റ്റ് ആയിട്ടുണ്ട്. നെയിം ലേബലും പിന്നെ നമുക്ക് വേണ്ടത് ഞാനിത് മാറ്റിയിട്ട് നെയിം ലേബൽ എന്നുള്ളത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ലിങ്ക് എൻട്രി നെയിം എൻട്രി ആക്കണം അല്ലെ. അപ്പൊ ഞാൻ ആദ്യം ഇത് നെയിം ലേബൽ അല്ലേ, അപ്പൊ നെക്സ്റ്റ് നെയിം എൻട്രി വേണേ. ഓക്കെ, അപ്പൊ നമ്മൾ നെയിം ലേബൽ കൊടുത്തു, നെയിം എൻട്രി കൊടുത്തു. അപ്പൊ ഇവിടെ അതിനനുസരിച്ച് ഞാൻ ഈ സൈസ് ഒന്ന് റെഡിയാക്കാണ്. 150, 170. അപ്പോൾ നെയിം ലേബലിന്റെ അടുത്ത് നെയിമിന്റെ എൻട്രി വന്നു. ഇനി നമുക്ക് ഇവിടെ നെയിം ലേബൽ അല്ലായിരുന്നു കേട്ടോ, ലിങ്ക് ലേബൽ അല്ലേ. ലിങ്ക് ലേബൽ വെക്കാം. എന്നിട്ട് ലിങ്കിന്റെ അടുത്തത് ലിങ്കിന്റെ എൻട്രി വേണം അല്ലെ. ഇപ്പൊ നെയിം ലേബൽ എന്നുള്ളത് മാറ്റിയിട്ട് ലിങ്ക് എൻട്രി എന്ന് കൊടുക്കുകയാണ്.
ഓക്കെ, ലിങ്ക് എൻട്രി. അപ്പൊ ഇപ്പോ 4 ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ സൈസ് പ്രശ്നമാണ്. 150, 170, 200. ഇവിടെ നമുക്കൊരു 220 കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അല്ലെ. നമ്മുടെ നെയിം ലേബിൾ റെഡി ആയിട്ടുണ്ട്. റൂട്ട് ടെക്സ്റ്റ് ഇക്വൽ ടു ലിങ്ക് നെയിം, അതേപോലെ ലിങ്കിനുള്ള ലേബിൾ റെഡി ആയിട്ടുണ്ട്. അതിന്റെ രണ്ടിന്റെ എൻട്രീസ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിനെല്ലാം നമ്മൾ നെയിം ലേബിള്, പിന്നെ അതിന്റെ തൊട്ട് താഴെ നെയിം എൻട്രി, ലിങ്ക് ലേബിള്, ലിങ്ക് എൻട്രി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഇനി നമുക്ക് ഒരു ബട്ടൺ കൂടി വേണം അല്ലെ. അപ്പൊ ഞാനൊരു ബട്ടൺ കൊടുക്കാൻ പോവാണ്. ബട്ടണ് വേണ്ടിയിട്ട് ബട്ടൺ ഈക്വൽ ടു ഒരു ബട്ടൺ അല്ലേ, അപ്പൊ ബട്ടൺ കൊടുക്കുക. ദെൻ എന്ത് ചെയ്യാം, ബട്ടണ് വേണ്ട ആ ടെക്സ്റ്റിന്റെ പേര് കൊടുക്കുക. ബട്ടന്റെ പേര് ഞാൻ ജനറേറ്റ് QR കോഡ് തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, ജനറേറ്റ് QR കോഡ്. ഓക്കെ, അപ്പൊ ബട്ടൺ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഈ ബട്ടന്റെ ആക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് കൊടുത്തു വെക്കുകയാണ് ഞാൻ. എന്നിട്ട് നമ്മൾ ഓക്കെ, നമുക്ക് ആദ്യം ഇത്ര വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഒരു ബട്ടൺ വെച്ചു. ബട്ടൺ പ്ലേസ് ചെയ്യാനുള്ള ക്യാൻവാസും കൂടി ക്രിയേറ്റ് ചെയ്യുക. ക്യാൻവാസ് ഡോട്ട് ക്രിയേറ്റ് വിൻഡോ. ക്യാൻവാസ് ഡോട്ട് ക്രിയേറ്റ് വിൻഡോയില് നമ്മൾ എന്ത് ചെയ്യാം, ഈ ബട്ടണ് വേണ്ടിയിട്ട് ഒരു XY കോർഡിനേറ്റ് റെഡി ആയി. 200, ഒരു 300 കൊടുക്കാണ്. $290 കൊടുക്കാണ്. നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഇപ്പൊ വിൻഡോ ഈക്വൽ ടു ബട്ടൺ. ബട്ടൺ തന്നെയല്ലേ നമ്മുടെ പേര്, അപ്പൊ ബട്ടൺ കൊടുക്കും. ഓക്കെ, അപ്പൊ ഇത്രയും നമുക്കൊന്ന് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, പൈത്തൺ QR കോഡ് ഡോട്ട് py. ഓക്കെ, നമുക്കിപ്പോ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ക്ലോസ് ചെയ്യാണ്. ഇനി നമ്മൾക്ക് വേണ്ടത് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആക്ഷൻ നടക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കമാൻഡ് കൊടുക്കുകയാണ്. കമാൻഡ് ഈക്വൽ ടു ജനറേറ്റ് എന്നൊരു ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് നമ്മളിപ്പോ ജനറേറ്റ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഇവിടെ നമ്മൾ ആ ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്യണം. ഡെഫ് ജനറേറ്റ്, ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ് കോളൻ, ദെൻ കൊടുക്കുക. നമ്മള് ലിങ്കിന്റെ പേര് നമ്മൾക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഗെറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ലിങ്ക് നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിലേക്ക് ലിങ്കിന്റെ പേര് ഗെറ്റ് ചെയ്തത് എടുക്കുക. അത് നെയിം എൻട്രിയിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ നെയിം എൻട്രി ഡോട്ട് ഗെറ്റ്. ഓക്കെ, അതേപോലെ തന്നെ ലിങ്ക് നമ്മൾ എവിടെയാണ് വെച്ചിരിക്കുന്നത്, ലിങ്കും അതേപോലെ തന്നെ ഇരിക്കുന്നത് ഏത് എൻട്രിയിലാണ്, ലിങ്ക് എൻട്രിയില് ആണ് ലിങ്ക് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ലിങ്ക് എൻട്രി ഇതേപോലെ തന്നെ ഗെറ്റ് ചെയ്തെടുക്കുക. ലിങ്ക് എൻട്രി ഡോട്ട് ഗെറ്റ്. ഓക്കെ, അപ്പൊ ഇപ്പൊ രണ്ടും ഗെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഫയൽ നെയിം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വേരിയബിൾ എടുത്തു, ഫയൽ നെയിം. ഓക്കെ, അതിനുശേഷം അതിനകത്തേക്ക് നമ്മുടെ ഈ ലിങ്ക് നെയിമും ഗെറ്റ് ചെയ്തെടുത്ത ലിങ്ക് നെയിം ഇല്ലേ, ആ ലിങ്കിന്റെ പേര് പ്ലസ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇത് നമുക്ക് കിട്ടുന്നത് ഈ QR കോഡ് കിട്ടുന്നത് ഒരു PNG ഫയലായിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ലിങ്കിന്റെ പേര് എന്താണോ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് അതിന്റെ ഒപ്പം PNG കൂടി ചേർത്തിട്ട് അവിടെ വന്നിട്ട് നമ്മുടെ ഫയല് വന്നിട്ട് സേവ് ആവും. ഓക്കെ, അപ്പൊ ഞാൻ അതിനൊരു URL കൂടി നമ്മൾ കൊടുക്കണം. URL ഈക്വൽ ടു py QR കോഡ്. ഓക്കെ, py QR കോഡ്
ഡോട്ട് ക്രിയേറ്റ് ലിങ്ക്. ഓക്കെ, നമ്മുടെ URL ലിങ്ക് ക്രിയേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, URLന് കറസ്പോണ്ടിങ് ഒരു PNG റെഡി ആക്കുക. അപ്പൊ URL.png ഈക്വൽ ടു അല്ല, നമ്മുടെ ഫയൽ നെയിം ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഫയൽ നെയിം, നമ്മുടെ ഫയലിന്റെ പേര്, അതേപോലെ തന്നെ അതിനൊരു സ്കെയിലും സെറ്റ് ചെയ്യാം. സ്കെയിൽ ഈക്വൽ ടു 7 കൊടുക്കണം. നമ്മുടെ ഫയൽ നെയിം file_name എന്നല്ലേ, അപ്പോൾ ആ രീതിയിൽ തന്നെ കൊടുക്കുക. സ്കെയിലും കൊടുക്കുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇമേജ് എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലേക്ക് ഞാൻ ഇമേജ് tk ഫംഗ്ഷൻ ഇമേജ് tk ഡോട്ട് ആ ഫംഗ്ഷൻ വെച്ചിട്ട് ഇമേജ് tk ലൈബ്രറി യൂസ് ചെയ്തിട്ട് നമ്മൾ ഫോട്ടോ ഇമേജ് എന്നൊരു ഫംഗ്ഷനെ വിളിക്കാൻ പോവുകയാണ്. ഓക്കെ, ഫോട്ടോ ഇമേജ്. ഓക്കെ, ദെൻ ബ്രാക്കറ്റിൽ ആ ഇമേജിനെ എന്ത് ചെയ്യണം, ഓപ്പൺ ചെയ്യണം. ഇമേജ് ഡോട്ട് ഓപ്പൺ ബ്രാക്കറ്റിൽ നമ്മുടെ ഫയൽ നെയിം കൊടുക്കുക, file_name. ഓക്കെ, ബ്രാക്കറ്റ് എല്ലാം ക്ലോസ് ചെയ്തു, എല്ലാം ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് ഈ ഇമേജ് വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇമേജ് ലേബൽ ഇവിടെ സെറ്റ് ചെയ്യാണ്. അതായത് നമ്മുടെ QR കോഡ് നമ്മുടെ ക്യാൻവാസിൽ ഡിസ്പ്ലേ ആവണ്ടേ. സോ ഇമേജ് ലേബൽ ഈക്വൽ ടു ലേബൽ ബ്രാക്കറ്റിലായിട്ട് നമ്മൾ എന്ത് കൊടുക്കുക, ഇമേജ് ഈക്വൽ ടു ഇമേജ് എന്ന് തന്നെ കൊടുക്കുക. ഓക്കെ, അതൊരു ഇമേജ് ആണ്, അതിന്റെ പേരും ഇമേജ് തന്നെയാണല്ലേ, അത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇനി അതിന് ഒരു സ്പേസ് എടുക്കണം അല്ലെ. സോ ക്യാൻവാസ് ഡോട്ട് ക്രിയേറ്റ് വിൻഡോ ബ്രാക്കറ്റിലായിട്ട് നമ്മൾ അതിന്റെ പൊസിഷൻ സെറ്റ് ചെയ്യാം. 200 ക്യാൻവാസ് ഡോട്ട് ആണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ക്യാൻവാസ് ഡോട്ട് ക്രിയേറ്റ് വിൻഡോ ബ്രാക്കറ്റില് സൈസ് കൊടുക്കണം 200,450 കൊടുത്തു. വിൻഡോ എന്തിനുള്ളതാണ്, ഇമേജ് ലേബലിനുള്ളത് അല്ലെ. വിൻഡോ ഈക്വൽ ടു ഇമേജ് ലേബൽ കൊടുക്കുക. ഓക്കെ, ഇപ്പോ നമ്മുടെ കോഡിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് കോഡ് മനസ്സിലായി എന്ന് വിചാരിക്കണു. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ലിങ്ക് 2 എണ്ണം അവിടെ നിന്ന് ഗെറ്റ് ചെയ്ത് കൊടുത്തു. ലിങ്കിന്റെ പേര് ലിങ്കും, എന്നിട്ട് നമ്മളൊരു ഫയൽ നെയിമും വെച്ചിട്ട് നമ്മൾ QR കോഡ് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, വിൻഡോ വന്നിട്ടുണ്ട്. ഞാൻ ലിങ്ക് അടിക്കുകയാണ്. ലിങ്കിന് ഒരു പേര് കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് ഫേസ്ബുക്കിന്റെ QR കോഡ് ജനറേറ്റ് ആയാം. അപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ കൊടുക്കുന്നു. ലിങ്ക് നമ്മൾ കൊടുക്കണം, https://www.facebook.com. ഓക്കെ, ജനറേറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഓൾറെഡി ഇവിടെ ലോഡ് ആയിട്ടുണ്ട് അത്. ഓക്കെ, facebook.png നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പൊ എല്ലാവർക്കും QR കോഡ് കിട്ടിയില്ലേ? ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഇനിയുണ്ട്. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്